കൃഷിമന്ത്രി പി പ്രസാദിനെ വേദിയിലിരുത്തി PV അൻവർ MLA വിമർശനം. കൃഷിമന്ത്രി തലകുത്തി മറിഞ്ഞ് ശ്രമിച്ചാലും കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തിൽ. വനംവകുപ്പ് കൃഷിഭൂമി കൈയേറുകയാണെന്നും PV അൻവർ കുറ്റപ്പെടുത്തി. നിറവലി 2025 കാർഷിക പ്രദർശനമേള ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു മന്ത്രി പി പ്രസാദ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. നമ്മളെ കൃഷിയെ കുറിച്ച് എത്ര പഠിപ്പിച്ചിട്ടും എത്ര അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി സഖാവ് പ്രസാദ് അവർ തലകുത്തി മറിഞ്ഞിട്ടും ഒരു കാര്യവും ഇവിടെ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടം എന്താണ് എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ കണ്ണു പൂട്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് കൃഷിയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ എത്തിച്ചിരിക്കുന്നത് ഇവിടുത്തെ വന്യജീവി വകുപ്പാണ്. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനെ വേദിയിലിരുത്തിയാണ് ഇത്തരം വിമർശനങ്ങളെല്ലാം PV അൻവർ MLA ഉന്നയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ബിപിൻ സി വിജയൻ നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുന്നു. ബിപിൻ സി വിജയൻ, യഥാർത്ഥത്തിൽ പി പ്രസാദ് ഇദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് മറുപടി പറഞ്ഞു. അതെ, ഈ വനം വന്യജീവി വകുപ്പിനെ സംബന്ധിച്ചിട്ടായിരുന്നു കൂടുതൽ വിമർശനങ്ങൾ അൻവർ നടത്തിയത്. ഒപ്പം തന്നെ ഈ വന്യജീവി പ്രശ്നം തടയുന്നതിന് വേണ്ടി കൃഷി വകുപ്പിന് പരിമിതികളുണ്ട്. കാരണം അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പരിമിതികളുണ്ട്. പരമാവധി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പുതിയ വനം നിയമ ഭേദഗതി പ്രകാരം ഇവിടുത്തെ ജലസ്രോതസ്സുകളെല്ലാം തന്നെ വനം വകുപ്പിൻ്റെ കയ്യേറിലായിരിക്കും, അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ കയ്യിലായിരിക്കും എന്നുള്ളത്, അത്തരത്തിലുള്ള പ്രചാരണം തെറ്റാണ് എന്നുള്ളത് ഇതേ വേദിയിൽ തന്നെ മന്ത്രി പി പ്രസാദ് മറുപടിയായി പറയുകയും ചെയ്തു. ഒപ്പം തന്നെ PV അൻവർ പ്രധാനമായും പറയുന്നത് ഇവിടെ കൃഷി നടത്താൻ, ഭൂമിയിൽ കൃഷി നടത്താൻ സ്ഥലമില്ല. ഇപ്പോൾ സർക്കാർ ഒക്കെ പറയുന്നത് ടെറസിന്റെ മുകളിൽ നടത്താമെന്നാണ്. അങ്ങനെ ടെറസിന്റെ മുകളിൽ നടത്തുമ്പോൾ അവിടെ കുരങ്ങന്മാർ വരുന്ന അവസ്ഥയാണ്. പക്ഷേ ഈ മലയോര മേഖലയ്ക്ക് വേണ്ടി വാദിക്കാൻ, ഇവിടുത്തെ കൃഷി നടത്തുന്നവർക്ക് വേണ്ടി വേദിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ കൃഷിമന്ത്രി ഇപ്പോൾ തലകുത്തി മറിഞ്ഞ് പരിശ്രമിച്ചാലും ഇവിടെ കൃഷി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. മൃഗങ്ങൾക്ക് വേണ്ടി നിൽക്കാനും വന്യമൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കാനും ഒക്കെ ആളുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ആളില്ല എന്നുള്ളത് പറയുകയാണ് PV അൻവർ. നേരത്തെ വനം മന്ത്രിയെ വേദിയിൽ ഇരുത്തിയും സമാനമായ രീതിയിൽ വനം വകുപ്പിനെതിരെ നിശ്ചിത വിമർശനം നടത്തുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സമാനമായ രീതിയിൽ കൃഷിമന്ത്രിക്ക് കൂടി വേദിയിൽ ഇരുത്തിയാണ് ഈ പ്രതികരണമൊക്കെ ഉണ്ടായിരിക്കുന്നത്. നാളെ ഈ പുതിയ വന നിയമ ഭേദഗതിക്കൊക്കെ എതിരെ നാളെ PV അൻവറിന്റെ യാത്ര ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുകയാണ്. അതിന്റെ തുടക്കം നാളെ പനമരത്ത് നിന്നാണ്. അതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ ഒരു വിമർശനം കൂടി PV അൻവറിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്.